വീടോ സ്ഥലമോ വാങ്ങിയിടണോ അതോ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടണോ? ഈ ഒരു കൺഫ്യൂഷനിലാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഹായ്, ദിസ് ഈസ് അഖിൽ ഫ്രം എൻട്രിഫിൻ അക്കാദമി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയൽ എസ്റ്റേറ്റ് ആയാലും ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയാലും ഇനി പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ അറിഞ്ഞു വേണം നിങ്ങളുടെ ഫൈനൽ ഡിസിഷൻ എടുക്കാൻ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, ലിക്വിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. നിങ്ങൾ ഒരു വീടോ സ്ഥലമോ വാങ്ങുന്നു എന്ന് വിചാരിക്കുക. ഭാവിയിൽ ആ പ്രോപ്പർട്ടി വിൽക്കണമെങ്കിൽ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ എടുത്തേക്കാം. ഇത് കൂടാതെ ലീഗൽ കോസ്റ്റ്, ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്നിവ വേറെയും വരും. എന്നാൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതിന്റെ ലിക്വിഡിറ്റിയാണ്. അതായത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഫണ്ട് പിൻവലിക്കാൻ സാധിക്കും. ഇനി അഥവാ മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് നിങ്ങൾക്ക് പണം വിഡ്രോ ചെയ്യണമെന്ന് വിചാരിക്കുക. ഒരു പെനാൽറ്റി അടച്ചാൽ ഇത് പോസിബിൾ ആണ്. നമ്പർ 2, റിസ്ക് ആൻഡ് റിട്ടേൺസ്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ്ഡ് ആയതുകൊണ്ട് റിട്ടേൺസ് ഗ്യാരണ്ടീഡ് ആണ്. ഇതുകൂടാതെ 5 ലക്ഷം രൂപ വരെയുള്ള FDക്ക് ഇൻഷുറൻസ് പ്രൊട്ടക്ഷനും ഉള്ളതുകൊണ്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ റിസ്ക് കുറവാണ്. എന്നാൽ റിയൽ എസ്റ്റേറ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ റിട്ടേൺസിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാം. സാമ്പത്തിക മാന്ദ്യം കാരണമോ പ്രകൃതി ദുരന്തങ്ങൾ കാരണമോ നിങ്ങൾക്ക് വാങ്ങിയ പ്രോപ്പർട്ടിയുടെ വില താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ റിയൽ എസ്റ്റേറ്റിൽ റിസ്ക് കൂടുതലാണ്. നമ്പർ 3, മെയിൻ്റനൻസ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്. ഒരു വീടോ സ്ഥലമോ വാങ്ങുമ്പോൾ മെയിൻ്റനൻസ് ആവശ്യമാണ്. വീട് റെന്റിന് കൊടുക്കുകയാണെങ്കിൽ വാടകക്കാരെ തേടി നടക്കുക, റിപ്പയറുകൾ തുടങ്ങിയ എക്സ്പെൻസുകൾ ഉണ്ടാകും. ഇത് കൂടാതെ പ്രോപ്പർട്ടി ടാക്സുകൾ, ഇൻഷുറൻസ് തുടങ്ങിയ മറ്റ് ചെലവുകളും ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ പണം ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള മെയിൻ്റനൻസും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വീടോ സ്ഥലമോ വാങ്ങുമ്പോഴുള്ള മെയിൻ്റനൻസ് ചെലവുകളും ഫിക്സ്ഡ് ഡെപ്പോസിറ്റിലില്ല. നമ്പർ 4, ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു വലിയ എമൗണ്ട് വേണം. പ്രത്യേകിച്ചും ഒരു മെട്രോ സിറ്റിയിലാണ് നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങുന്നതെങ്കിൽ മിനിമം 40 ലക്ഷം രൂപയെങ്കിലും വേണം. എന്നാൽ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് തുടങ്ങാൻ ഒരു ചെറിയ എമൗണ്ട് മാത്രം മതി. വെറും 1000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു FD തുടങ്ങാവുന്നതാണ്. നമ്പർ 5, ട്രാൻസ്പെറൻസി. ഒരു വീടോ സ്ഥലമോ വാങ്ങുന്നതിന് മുമ്പ് ആ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്സ് ജെന്യൂൻ ആണോ എന്നുള്ളത് മസ്റ്റായി നോക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും പ്രോപ്പർട്ടി വിൽക്കുന്ന സെല്ലർ പറയുന്ന കാര്യങ്ങൾ ശരിയായി കൊള്ളണമെന്നില്ല. ഇതിനായി ഒരു ലോയറുടെ സഹായം തേടാമെങ്കിലും ഇത് പണച്ചെലവുള്ള ഒരു കാര്യം കൂടിയാണ്. എന്നാൽ നിങ്ങൾ FDയിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴുള്ള പ്രോസസ് വളരെ ട്രാൻസ്പെറന്റ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നെറ്റ് ബാങ്കിങ്ങോ മൊബൈൽ ആപ്പോ വഴി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ലോങ് ടൈം ഫിനാൻഷ്യൽ ഗോൾ ഉള്ള, റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഒരാളാണെങ്കിൽ വീടോ സ്ഥലമോ വാങ്ങിയിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഒന്നുകൂടി സിമ്പിളായി പറഞ്ഞാൽ, പെട്ടെന്ന് പണം ആവശ്യമില്ലാത്ത പ്രോപ്പർട്ടി വിൽക്കുന്നതിന് നല്ല മാർക്കറ്റ് കണ്ടീഷൻ വരുന്നതുവരെ കാത്തിരിക്കാൻ തയ്യാറുള്ളവർക്കുള്ളതാണ് റിയൽ എസ്റ്റേറ്റ്. പ്രോപ്പർട്ടിയുടെ വില കൂടുന്നതിന് പുറമെ വീട് വാടകയ്ക്ക് കൊടുത്താൽ ആ റെന്റൽ ഇൻകവും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതായത് കുറച്ച് മാസങ്ങൾ മുതൽ കുറച്ച് വർഷങ്ങൾ വരെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ എങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണ് നിങ്ങൾക്ക് നല്ലത്. പ്രത്യേകിച്ചും പുതിയ ഇൻവെസ്റ്റേഴ്സിന് FD ആണ് കൂടുതൽ സ്യൂട്ടബിൾ. കാരണം ഇത് കൂടുതൽ സേഫും അഷ്വേർഡ് റിട്ടേൺസും തരുന്നു. ഇനി പറയൂ, നിങ്ങളുടെ പ്ലാൻ വീടോ സ്ഥലമോ വാങ്ങിയിടാനാണോ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടാനാണോ? താഴെ ഒന്ന് കമന്റ് ചെയ്യൂ.